വെള്ളിയാഴ്ച ആണ് അറബ് രാജ്യത്തൊക്കെ പെരുന്നാളും ജുമായും ഒന്നിച്ചു വന്നാല് പെരുന്നാൾ നിസ്കാരം മതി, ജുമാ വേണ്ട എന്ന രൂപത്തില് ചില പുത്തൻവാദികളൊക്കെ രംഗത്ത് വന്ന് പറയാറുണ്ട്. പ്രാവശ്യവും അങ്ങനെ ആ വാർത്ത അങ്ങനെ പരന്നപ്പോ UAE ഗവൺമെന്റ് ഒക്കെ അല്ല, രണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് അവര് പ്രസ്താവന ഇറക്കിയത് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ കേരളത്തില് പലർക്കും അങ്ങനെ എന്തിനപ്പ 2 ജുമാ ഒന്ന് പോരെ എന്ന് പറഞ്ഞ 1-2 ആളുകള് നമ്മളെ ഈ വിഷയം നടന്നപ്പോ അതൊന്ന് പറയണം എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതില് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ യഖറഉ ഫിൽ ഈദൈനി വഫിൽ ജുമുഅത്തി ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല, ജുമുഅക്കും പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅലയാണ് വൽ അതാക ഹദീസുൽ ഗാശിയ, സാധാരണ അങ്ങനെ ഓതാറുണ്ട്. എന്നിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടെ പറയാണ്, ഖാല വൈദജിതമഅൽ ഈദു, അത് നുഅ്മാൻ ഇബ്നു ബശീർ എന്നവർ പറയാണ്, വൈദജിതമഅൽ ഈദു വൽ ജുമുഅത്തു, ഈദും പെരുന്നാൾ നിസ്കാരം ജുമുഅം ഫി യൗമിൻ വാഹിദി, ഒരൊറ്റ ദിവസം വന്നാലും യഖറഉ ബിഹിമാ ഐദൻ ഫി സലാത്തൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅക്കും പെരുന്നാൾക്കും ഒരു ദിവസം വന്നാലും ഈ അല്ലാത്തക്ക് സബ്ബിഹി എന്ത് ചെയ്തിരുന്നു, ഓതിയിരുന്നു എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിന്റെ ഇമാമുമാരും എന്ത് ചെയ്യുന്നത്, പ്രബലപ്പെടുത്തി പറഞ്ഞത് അങ്ങനെ ജുമായും ജമാഅത്തുണ്ട് എന്ന് മാത്രല്ല, ജുമാ എന്ന് പറയുന്നത് വ്യക്തിഗത ബാധ്യതയാണ്, ഫർദ് ഐനാണ്. അതേസമയത്ത് പെരുന്നാൾ നിസ്കാരം മുഅക്കദ സുന്നത്തേ ഉള്ളൂ. സുന്നത്ത് എടുത്തിട്ട് ഫർദ് വേണ്ട എന്ന് പറയുന്നതിന് വലിയ വൈരുദ്ധ്യമായ കാര്യമാണ്. പിന്നീട് ഒരു തെറ്റിദ്ധാരണ അവർ പറയാറുള്ളത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എന്ത് വന്നു, ജുമുഅയും പെരുന്നാളും ഒരു ദിവസം വന്നു. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടത് ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന 5572 നമ്പർ ഹദീസിൽ കാണാം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, ഇത് നിങ്ങൾക്ക് 2 പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ്. ഈദാനി എന്ന് പറഞ്ഞാൽ ജുമുഅയും അതുപോലെ പെരുന്നാളും. അതുകൊണ്ട് ഫമൻ അഹബ്ബായി യന്തളിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി, ജുമുഅക്ക് അവാലിക്കാരായ ആളുകളിൽ നിന്ന് ജുമുഅക്ക് പ്രതീക്ഷിച്ച് നിൽക്കണോരുണ്ടെങ്കിൽ നോളി പല്ലന്തളി, വമൻ അഹബ്ബായി യർജിഅ ഫഖദ് അദൻതു ലഹു, പോകണം എന്നുള്ളവർക്ക് പോവുകയും ചെയ്യാം. അപ്പൊ ജുമസ്കരിച്ചാതെ പോകാലോ. അപ്പൊ മിൻ അഹിലിൽ അവാലി എന്നാണ് ആ പറഞ്ഞത്. അത് മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ഗോത്രവർഗക്കാരുണ്ട്. അവർ പെരുന്നാളാകുമ്പം മൊത്തം പെരുന്നാൾക്കുണ്ടല്ലോ, കുട്ടികളും ചെറിയവരും വലിയവരും ദൂരത്തുള്ളവരും ജോലിക്ക് പോയവരൊക്കെ എന്ത് ചെയ്യും, മദീനത്തേക്ക് വരും പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി. ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ പോകുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമുഅ അവിടെ നിസ്കരിക്കാം, അല്ല ആളൊത്തുന്നില്ലെങ്കിൽ തൊട്ടടുത്തൊടുക്കാൻ പോകും ചെയ്യും. അവര് പെരുന്നാൾ നിസ്കരിക്കാൻ ഇവിടെ തന്നെ, ജുമുഅ നിസ്കരിക്കാൻ ഇവിടെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട എന്നാണ് ഹദീസിന് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫളാഹിറു ഹാദൽ ഹദീസി ഫീ ഖൗലിഹിം മിൻ അഹ്ലിൽ അവാലി എന്ന് പറഞ്ഞത് ഇന്നഹും ലം യകൂനു മിമ്മൻ തജിബു അലൈഹിമുൽ ജുമുഅ, മറ്റൊരു അഭിപ്രായം. ആ പറഞ്ഞ ജുമുഅ നിർബന്ധമില്ലാത്തവർക്ക് പോകാം, നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിൽക്കും ചെയ്യാം. ലിബൂതി മനാസിരിഹിം അനിൽ മസ്ജിദി, ഓലപ്പുര പ്രാന്തപ്രദേശമാണ് അവാലി എന്ന് പറഞ്ഞ അന്നത്തെ. വഖദ് വറദ ഫീ അസ്ലിൽ മസ്അലത്തി ഹദീസുൻ മർഫൂഉൻ, നിസ്കാരം നിർബന്ധമാണെന്നുള്ളതിന് മർഫൂ ഹദീസ് വേറെ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നുഅ്മാൻ ഇബ്നു ബശീർ എന്നവരെ പറ്റി പറഞ്ഞല്ലോ, നിർബന്ധമുണ്ട് എന്നുള്ള രൂപത്തിൽ. അപ്പോ ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ചിലർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അത് ഹദീസ് പണ്ഡിതന്മാരെന്നെ അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജുമുഅയും പെരുന്നാളും ഒരു ദിവസം വന്നാൽ ജുമുഅ നിർബന്ധമാണ്, പെരുന്നാൾ നിസ്കാരം സുന്നത്തുമാണ്. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ജുമുഅ ഒഴിവായി പോകുന്നതല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഒന്നുകൂടി പറയാണ്, ഈ പെരുന്നാൾ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ചിട്ടാണോ അതെല്ലാം ഈദ്ഗാഹിൽ വെച്ചിട്ടാണോ? അത് ഉലമാഇന്റെ ഇടയിൽ അയിമ്മത്തുകളുടെ ഇടയിൽ അവിടെ പിന്നെ അഭിപ്രായമാണ്. ഷാഫി മദ്ഹബില് പള്ളിയിൽ വെച്ചിട്ടാണ് അഫ്ദല്, ഹനഫി മദ്ഹബില് ഈദ്ഗാഹ് ഉണ്ടെങ്കിൽ അഫ്ദൽ അവിടെയാണ്. പക്ഷെ ഈദ്ഗാഹ് ആവണം. ഏതാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്? മദീനയിൽ ആകെ ഈദ് മുസല്ല എന്നാണ് അതിന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖുലഫായിന്റെ കാലത്തൊക്കെ ഒരു ഈദ് മുസല്ല. ഈദ് മുസല്ല എന്ന് പറഞ്ഞാൽ
ദുർറുൽ മൻസൂറിൽ അത് പറഞ്ഞത് കാണാം. അൽ മുസല്ലൽ ആമ്മൂന, മുസ്ലിമീങ്ങൾക്കൊക്കെ യുസന്നു ഖുറൂജുഹു ഇലൽ ജുബ്ബാന അൽ മുസല്ലൽ ആമ്മു ഐ ഫി സഹറായി, മരുഭൂമിയിൽ വിശാലമായ സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉടമസ്ഥതയിലുള്ള വഖഫ് പോലെ നിസ്കാരത്തിന് വേണ്ടി മാത്രം മുസ്ലിം ഭരണാധികാരികളോ തത്തുല്യ യോഗ്യതയുള്ളവരോ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രം നീക്കി വെക്കുന്ന പൊതുസ്ഥലം, മറ്റുള്ളവരുടെ ഉടമസ്ഥയിലുള്ളതോ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ചന്തയോ ടൗൺ ഹാളുകളോ കടലേരിയ, ഇതിനൊന്നും മുസല്ലൽ ഈദ് എന്ന് പറയില്ല. അവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ട് ഈദ് ഗാഹ് എന്ന് വെച്ചാൽ അതിന് ഫ്ലക്സ് ഗാഹ് എന്നേ പറയുള്ളൂ. അത് ഇസ്ലാമിലെ സുന്നത്തായ ഈദ്ഗാഹ് അല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖുലഫായിന്റെ കാലത്തും മദീനയിൽ ഒരൊറ്റ ഈദ്ഗാഹ് ഉണ്ടായിട്ടുള്ളൂ. അത് ആ നിസ്കാരം കഴിഞ്ഞാൽ അടച്ചിടും, പിന്നെ ഇസ്തിസ്കാ നിസ്കാരത്തിന് തുറക്കും. അതിന്റെ മുമ്പിൽ ആയിരുന്നു കസീർ ഇബ്നു സലിത്ത് റളിയല്ലാഹു അൻഹു പിന്നീട് വീടെടുത്തിരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഫത്ഹുൽ ബാരി അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു കാണാം. ഇവിടെ നമ്മളെ അവസ്ഥ എന്താ? ഗ്രൗണ്ടില് മറ്റുള്ളവരുടെ വാടക എടുത്തിട്ട്, അല്ലെങ്കിൽ മോരിച്ചന്ത നടക്കുന്ന ചന്തയില്, അല്ലെങ്കിൽ പിന്നെ പൊതു എല്ലാവർക്കും കൂടി അമുസ്ലിമീങ്ങൾക്കും നമുക്കൊക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അത്തരം സ്ഥലങ്ങൾ, ഇതൊന്നും സുന്നത്തായ ഈദ്ഗാഹ് അല്ല. അവരുടെ സമയത്ത് അവിടെ നിസ്കരിച്ചാൽ ശരിയാവില്ല. അതേ സമയത്ത് അതല്ല സുന്നത്ത്. നബി തങ്ങളുടെ സുന്നത്ത് ഉണ്ട് എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞു തന്നെ ഔദ്യോഗിക ഈദ്ഗാഹ്. അത് ടിപ്പുവിന്റെ കാലത്തൊക്കെ ഹുബ്ലി അതൊരു ഈദ്ഗാഹാണ്. അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെയും പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിൽ അഫ്ളൽ പള്ളിയിലാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. രേഖ എന്താ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അറമ വിട്ടിട്ട് എന്ത് ചെയ്തില്ല, പുറത്തേക്ക് പോയിട്ടില്ല. കാരണം എന്താ? അന്ന് മസ്ജിദുൽ ഹറാമിൽ ആളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയും. മദീനത്തെ പള്ളി അന്ന് ചെറുതായിരുന്നു. പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും പുറത്ത് ജോലിക്ക് പോയവരും കുട്ടികളൊക്കെ അടക്കം പെരുന്നാൾ നിസ്കരിക്കാൻ വരുമ്പോ പള്ളിയിൽ കൊള്ളൂല. അപ്പൊ പിന്നെ വിശാലമായ സ്ഥലത്ത് പോയതാണ് എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന് പറയാറുള്ളത് എന്നും ഇടയ്ക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.